ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ ടേസ്റ്റിയായിട്ട് മുട്ട ബജി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. കുറേശ്ശെയായി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ 1 കപ്പും 2 ടേബിൾ സ്പൂണും ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതൊരു കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കട്ടകളൊക്കെ വേറെ ഇട്ട് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാകും. കണ്ടോ, ഏകദേശം നമുക്ക് ഈ രൂപത്തിൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഞാനൊരു 8 മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ നടു ചീന്തി ഇങ്ങനെ എടുക്കാം. ഏകദേശം ഞാൻ 8 മുട്ട എടുത്തിരുന്നു. 2 മുട്ട എൻ്റെ മുകളിൽ തിന്നു. അപ്പോൾ പിന്നെ 6 മുട്ടയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മാവിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ പാർന്നു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഇവിടെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 6 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് മുട്ട മാവും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൊക്കവട ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് ഏകദേശമൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഏകദേശമായി വന്നിട്ടുണ്ട്. ഇത് ബാക്കി വന്നിട്ടുള്ള മാവാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു കറിവേപ്പില ഒരു 3-4 അല്ലി എന്താണ് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക്, അതും ഒക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മുട്ട ബജ്ജി പൊരിച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള എണ്ണയാണ്. ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് തന്നെ പൊരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇതുപോലെയെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് സംഭവം നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലൊന്ന്. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്